ഞാനിപ്പോൾ നിൽക്കുന്നത് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിൽ നീരേറ്റുപുറത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നിന്നും 9 കിലോമീറ്റർ മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ആദിപരാശക്തിയും ജഗദീശ്വരിയുമായ വനദുർഗ ഭഗവതിയാണ്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഭുവനേശ്വരി, ഭദ്രകാളി തുടങ്ങി ആദിപരാശക്തിയുടെ എല്ലാ പ്രധാന ഭാവങ്ങളിലും ചക്കുളത്തമ്മയെ ആരാധിച്ചു വരുന്നു. ഉപദേവതകൾ: ഗണപതി, പരമശിവൻ, മഹാവിഷ്ണു, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, ഹനുമാൻ, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ. ഇതുകൂടാതെ ബ്രഹ്മരക്ഷസ്, യക്ഷിയമ്മ എന്നിവർക്ക് പ്രതിഷ്ഠകളുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരു ഐതിഹ്യം നിലവിലുണ്ട്. കാട്ടിൽ വിറക് വെട്ടാൻ പോയ ഒരു വേടൻ തന്നെ കൊത്താൻ വന്ന സർപ്പത്തെ വെട്ടി. പക്ഷേ അത് ചത്തില്ല. പിന്നീട് ഇതേ സർപ്പത്തെ കുളക്കരയിലെ പുറ്റിന് മുകളിൽ കണ്ടപ്പോൾ അതിനെ ആക്രമിച്ചു. പക്ഷേ പുറ്റുപൊട്ടി ജലപ്രവാഹമുണ്ടായി. അമ്പരന്ന് നിന്ന വേടന് മുന്നിൽ ഒരു സന്യാസി വര്യൻ പ്രത്യക്ഷപ്പെട്ട് ആശ്വസിപ്പിച്ചു. വെള്ളത്തിന് തേനും പാലും കറന്ന നിറം വരുമ്പോൾ ജലപ്രവാഹം അവസാനിക്കുമെന്ന് പറഞ്ഞു. പുറ്റിനകത്ത് പ്രപഞ്ചനാഥയായ സാക്ഷാൽ ആദിപരാശക്തി ജലശയനം നടത്തിയ വെള്ളമാണിതെന്നും പുറ്റു പൊളിച്ചു നോക്കിയാൽ ജഗദീശ്വരിയുടെ പ്രതിഷ്ഠ കാണാമെന്നും അദ്ദേഹം പറഞ്ഞു. ആ പരാശക്തിയെ ആരാധിച്ചാൽ സർവ്വ ഐശ്വര്യവും ഉണ്ടാകുമെന്ന് പറഞ്ഞു. പുറ്റു ഉടച്ച് സന്യാസി വിഗ്രഹം പുറത്തെടുത്തു. അതോടെ അദ്ദേഹം അപ്രത്യക്ഷനായി. നാരദമുനിയാണ് സന്യാസിയായി പ്രത്യക്ഷപ്പെട്ടത് എന്ന് വേടന് അന്ന് രാത്രിയിൽ സ്വപ്നദർശനമുണ്ടായി. ആ വിഗ്രഹമാണ് ചക്കുളത്തുകാവിൽ കുടികൊള്ളുന്നതെന്നാണ് ഐതിഹ്യം. അന്നു മുതൽ വേടനും കുടുംബവും ആ വനത്തിൽ താമസം തുടങ്ങി. കാട്ടിൽ പോയി ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് മൺകലത്തിൽ പാചകം ചെയ്താണ് അവർ കഴിഞ്ഞത്. ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ഭഗവതിക്ക് നൽകിയ ശേഷമാണ് അവർ കഴിച്ചിരുന്നത്. ഒരു ദിവസം ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് സമയത്ത് എത്താനായില്ല. അന്ന് ഭഗവതിക്ക് ഭക്ഷണം നൽകാനായില്ല എന്ന വിഷമത്തിലായിരുന്നു അവർ. പാചകത്തിനായി മരച്ചുവട്ടിൽ ചെന്നപ്പോൾ കലം നിറയെ ചോറും കറികളും കായ്കറികളും ഇരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഭക്ഷണ സാധനങ്ങൾ അവിടെ എത്തിയത് എന്ന് മനസ്സിലാക്കിയ അവർ ഉച്ചത്തിൽ ദേവീനാമങ്ങൾ ഉരുവിട്ടു. ഈ ഓർമ്മ പുതുക്കാനാണ് ചക്കുളത്തുകാവിൽ ജനലക്ഷങ്ങൾ പൊങ്കാലയിടുന്നത്. ഭക്തർ പൊങ്കാല ഇടുമ്പോൾ അവരിൽ ഒരാളായി ദേവിയും പൊങ്കാല ഇടാനായി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പിൽക്കാലത്ത് വേടനും കുടുംബവും അവിടം വിട്ടു പോവുകയും ബ്രാഹ്മണർ അവിടെ താമസമാക്കുകയും ചെയ്തു. അവരിൽ പ്രധാനിയായ പട്ടമന ഇല്ലത്തെ നമ്പൂതിരി താന്ത്രിക വിധികളോടുകൂടി ക്ഷേത്രം ഇവിടെ പണികഴിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ചക്കുളത്തുകാവ് ക്ഷേത്രം നിലവിൽ വന്നത്. 1980 നടന്ന നവീകരണത്തിനു ശേഷം അഷ്ടബാഹുക്കളോടുകൂടിയ ആദിപരാശക്തിയുടെ മൂർത്തരൂപമായ വനദുർഗയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നിന്നും 9 കിലോമീറ്റർ മാറിയാണ് ക്ഷേത്രം. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവല്ലയാണ്. തിരുവല്ലയിലോ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലോ ഇറങ്ങി ഇവിടേക്ക് എത്താം. തിരുവല്ലയിൽ നിന്നും ഇടത്വ തകഴി ബസ്സിൽ കയറിയാൽ ക്ഷേത്ര നടയിൽ ഇറങ്ങാം. ഇവിടുത്തെ ശ്രദ്ധേയമായ അനുഷ്ഠാനമാണ് നാരീപൂജ. അന്നേ ദിവസം ഇന്ത്യയിലെ പ്രശസ്തരായ വനിതകളെ അതിഥിയായി ക്ഷണിച്ച് ഇവിടെ നാരീപൂജയ്ക്ക് ഇരുത്താറുമുണ്ട്. അലങ്കരിച്ച പീഠത്തിൽ സ്ത്രീകളെ ഇരുത്തി പൂജാരി ഇവരെ ദുർഗാസങ്കല്പത്തിൽ പൂജിക്കുന്നു. ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ 4:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 4:30 മുതൽ രാത്രി 8 മണി വരെയുമാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.